അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ സഹോദരങ്ങളൊക്കെ ഹജ്ജിന് പുറപ്പെടുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. ഇസ്ലാമിലെ ആരാധനകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അതെന്തിനു വേണ്ടി എന്നതിൻ്റെ യുക്തിക്കൊന്നും തീരെ പ്രാധാന്യമില്ല. അള്ളാഹും റസൂലും നമ്മളോട് കൽപ്പിച്ചത് അതുപോലെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ആരാധനകളിൽ പ്രധാനം. ഹുദു അന്നി മനാസികു, നിങ്ങളുടെ ആരാധനകൾക്കെല്ലാം അത് എന്നിൽ നിങ്ങൾ സ്വീകരിക്കണം. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. അള്ളാഹും റസൂലും എന്താണോ കാണിച്ചു തന്നത് അത് അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എടുത്തു നോക്കിയാൽ കഅബക്ക് ചുറ്റുപാടുന്ന തവാഫ്, അതേപോലെ തന്നെ ജംറയിലെ കല്ലേറ്, അതേപോലെ തന്നെ മുസ്ദലിഫയിൽ കിടന്നുറങ്ങുക, ഇതൊക്കെ ഇതിൻ്റെ ഒന്നും യുക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ അത് മബ്റൂറായ, സ്വീകരിക്കപ്പെടുന്ന, പുണ്യം ലഭിക്കുന്ന ഒരു ഹജ്ജായി തീരാൻ, ഉംറയായി തീരാൻ നമ്മൾ വളരെ കണിശമായി അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പലപ്പോഴും ഹാജിമാരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു കാഴ്ചപ്പാടും ഇല്ലാതെയാണ് അവർ വരുന്നത് എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോൾ നിസ്കാരമാണെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ വാപ്പാനും ഇമ്മാനെയും കണ്ട് ശീലിക്കുന്നുണ്ട്. പക്ഷേ ഹജ്ജ് ഉംറ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണില്ലല്ലോ, നമ്മൾ അവിടെയല്ല ജീവിക്കണതും. അതുകൊണ്ട് ആദ്യമായി ഇത് ചെയ്യുന്ന പല ആളുകൾക്കും അത് പൂർണ്ണമായ അബദ്ധങ്ങളാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇഹ്റാമിൻ്റെ കുളിച്ച് വീട്ടിൽ നിന്ന് അന്ന് കുളിക്കുന്ന കുളി ഇഹ്റാമിൻ്റെ കുളിയായി കുളിച്ച് നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ടാണ് പോകും. അപ്പോൾ ഈ ഡ്രസ്സ് മാറ്റി കുളിക്കുന്നതോടുകൂടെ ഞാൻ ഇഹ്റാമിലാണെന്നാണ് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത്. ഒരിക്കലും ഇഹ്റാമിലല്ലല്ലോ. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് മീക്കാത്ത് എത്തുമ്പോഴാണ് നമ്മൾ ഇഹ്റാം ചെയ്യണത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്കതിൻ്റെ സമയം ഫ്ലൈറ്റിൽ നിന്ന് പറയും. അപ്പോൾ നമ്മൾ ആ നിശ്ചിത നമ്മളെ ഉംറ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഉംറ ആരംഭിക്കുകയാണ് അവിടുന്ന്. അതായത് കഅബയിൽ എത്തുമ്പോഴല്ല ആരംഭിക്കണം, നമ്മൾ ഉംറ അവിടുന്ന് ആരംഭിക്കും, ഫ്ലൈറ്റിൽ നിന്ന് ആരംഭിക്കും. ലബ്ബൈക ഉംറത്തെന്ന് പറഞ്ഞാൽ അവിടുന്ന് ആരംഭിക്കും. അപ്പോൾ അത് മുതലാണ് നമ്മൾ ഇഹ്റാമിൻ്റെ നിബന്ധനകൾ പാലിക്കേണ്ടത്. സുഖബന്ധം ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള നിബന്ധനകൾ പിന്നെ അവിടുന്ന് നമ്മൾ പാലിക്കേണ്ടത്. പക്ഷെ പല ആളുകളുടെയും വിചാരം നമ്മൾ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറിയുടെ കൂടെ നമ്മൾ ഇഹ്റാമിലായി എന്നാണ് പലരും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മീക്കാത്തു നിന്നാണ് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്, ഞാൻ ഉംറയെ ആരംഭിക്കുന്നത് എന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ ഓരോ കർമ്മങ്ങൾ നോക്കിയാലും അതറിയാതെ എവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്, എത്ര തവാഫാണ്, എന്തൊക്കെയാണ് ആ തവാഫിൽ നമ്മൾ പറയേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും ധാരണയില്ല. അതുകൊണ്ട് പലരും ആരൊക്കെ ചൊല്ലി കൊടുക്കുന്നു അതൊക്കെ ചൊല്ലുന്നു. ആത്മാർത്ഥമായി മനസ്സ് തട്ടിയൊരു പ്രാർത്ഥന പോലും ഇല്ലാതെയാണ് പലരുടെയും തവാഫ് അവസാനിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് സഅയിന് വേണ്ടി പോയാലും അങ്ങനെ തന്നെയാണ്. തവാഫിന് ഒളു വേണം, പക്ഷേ സഅയിന് ഒളു വേണ്ട, ആർക്കൊക്കെ അറിയില്ല. അപ്പോൾ ആ തവാഫിൻ്റെ സഅയിൻ്റെ ഇടയിൽ പോയിട്ട് വീണ്ടും ഒളു എടുത്ത് വന്ന് എവിടെയോ പോയി ബാത്റൂമിൽ പോയി ഒളു എടുത്ത് വന്ന് വീണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മുടി മുറിക്കുന്ന ആളുകൾ, മുടി മുറുക്കും പുരുഷൻ എന്ത് ചെയ്യും, എല്ലാ ഭാഗത്തും ഒരുപോലെ വെട്ടണം. എനിക്ക് വെറുതെ അത്ര രണ്ടെണ്ണം കഷ്ടിക്കും. ഏതെടുത്ത് നോക്കിയാലും അറിയാത്തവർ ചെയ്യുന്ന എല്ലാം അബദ്ധങ്ങളാണെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ എന്ത് ചെയ്യും, അപ്പോൾ യൂട്യൂബ് കയറിയാൽ നല്ല ക്ലാസ്സുകൾ കിട്ടും മലയാളത്തിലുള്ള. ഇപ്പോൾ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിനെ പോലുള്ള എത്രയോ വർഷങ്ങളായിട്ട് ഹാജിമാരെ ഹജ്ജിന് കൊണ്ടുപോയിട്ടുള്ള അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിൽ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കണം. അതേപോലെ തന്നെ അത്തരം ആളുകൾ എടുക്കുന്ന ഹജ്ജ് ക്യാമ്പുകളുണ്ട്. ആ ഹജ്ജ് ക്യാമ്പുകൾ നമ്മളെ പിരിക്കാനോ നമ്മളിന്ന് പിരിവെടുക്കാനോ ഒന്നുമല്ല. നമ്മളെന്ത് ചെയ്യും, അത് ശരിയായ രൂപത്തിൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. അവിടെ നിന്ന് ചെല്ലുമ്പോൾ നമ്മുടെ അവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളും പോലും ആ ക്യാമ്പിൻ്റെ ആൾക്കാർ വഹിച്ചുകൊണ്ടാണ് അത് ചെയ്യണത്. നമ്മൾ ഹജ്ജ് ശരിയാവണം എന്നതിൽ കവിഞ്ഞ് വേറെ ഉദ്ദേശങ്ങളൊന്നും അതിൻ്റെ പിന്നിലില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഹജ്ജിന് പോകുമ്പോൾ പ്രൈവറ്റിലാണെങ്കിൽ ഏകദേശം 6 ലക്ഷത്തോളം ഉറപ്പ് വേണം. അതേപോലെ തന്നെ 4 ലക്ഷത്തിന് അടുക്കൽ 4-4.5 ലക്ഷം രൂപ നമ്മുടെ ഗവൺമെൻറ്റിൽ പോകുമ്പോഴും ഏകദേശം എല്ലാ ചിലവും കഴിച്ചു വരും. അപ്പോൾ ഇത്രമാത്രം പണച്ചെലവോട് കൂടി ഒരു വീട്ടിൽ നിന്ന് 2 ആളൊക്കെ പോവുകയാണെങ്കിൽ ഒരു 10 ലക്ഷം കൊണ്ട് തീരാത്തതാണ് ഈ വിഷയം. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി പോയിട്ട് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു കാര്യമാകാതിരിക്കുക, അതുകൊണ്ട് സ്വർഗ്ഗം ലഭിക്കാതിരിക്കാൻ ഭയങ്കര നഷ്ടമല്ലേ. പിന്നെ നമ്മൾ ആരെങ്ങനെ വിശ്വസിക്കരുത്, അയാൾ നല്ല ആലിമാണ്, അയാൾ പണ്ഡിതനാണ്, അവർക്ക് തെറ്റ് അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്കങ്ങനെ ഒരു വ്യക്തിയെ അന്ധമായി അനുകരിച്ച് പോകാൻ പറ്റില്ല. അയാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്
പ്രമാണത്തിലൂടെ പരിശോധിച്ച് പ്രമാണബദ്ധമായി സംസാരിക്കുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തി പോകണം. ചില ആളുകൾ ആരെ കൂടെ പോകണമെന്നൊന്നും പ്രശ്നമില്ല, ആരെങ്കിലുമൊക്കെ കൂടെ പോകും. അവർക്ക് തൽക്കാലം ഏത് ഗ്രൂപ്പിലാണോ കിട്ടിയത്, പിന്നെ അവർ ഒന്നിനും സ്വാതന്ത്ര്യം കൊടുക്കില്ല. അവരെല്ലാ കാര്യങ്ങളിലും തെറ്റായ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കും. അഥവാ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കി ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ അവർ പിന്നെ വരുന്നവരെ നമുക്ക് എതിരായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും വളരെ സൂക്ഷിച്ചുമാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ ഹജ്ജ് ശരിയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. തെറ്റാതെ നിർവഹിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.